ഹലോ ഫ്രണ്ട്സ്, എല്ലാവർക്കും ഈസി ലേണിങ്ങിൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. നമ്മളിന്ന് നോക്കാൻ പോകുന്നത് ബിസിനസ് മാനേജ്മെൻറ്റിലൊരു ടോപ്പിക്കാണ് ഡിസിഷൻ മേക്കിംഗ്. ഓക്കെ, ബിസിനസ് മാനേജ്മെൻറ്റിലെ സെക്കൻഡ് മൊഡ്യൂളിൽ വരുന്ന ഒരു ഇമ്പോർട്ടൻറ്റ് ടോപ്പിക്കാണ് ഡിസിഷൻ മേക്കിംഗ്. അപ്പോൾ ഇന്നത്തെ വീഡിയോയിൽ നമ്മൾ നോക്കാൻ പോകുന്നത് ഡിസിഷൻ മേക്കിങ്ങിൻ്റെ മീനിങ്, അതുപോലെ അതിൻ്റെ പ്രോസസ്സ്, അതുപോലെ അതിൻ്റെ ഫീച്ചേഴ്സ്, ഇത്രയും കാര്യങ്ങളാണ് ഇന്നത്തെ വീഡിയോയിൽ നമ്മൾ നോക്കാൻ പോകുന്നത്. അപ്പോൾ എന്താണ് ഡിസിഷൻ മേക്കിംഗ് എന്ന് നോക്കാം. ഡിസിഷൻ മേക്കിംഗ് ഈസ് എ പ്രോസസ് ഓഫ് സെലക്ടിങ് വൺ ആൾട്ടർനേറ്റീവ് ഫ്രം ടു ഓർ മോർ ആൾട്ടർനേറ്റീവ്സ് to achieve a specific objective or to solve a specific problem. ഓക്കെ, അപ്പോൾ ഒരു ഓർഗനൈസേഷനിലെ ഒരു ബിസിനസ് എൻ്റർപ്രൈസിൽ ഒരു പ്രശ്നം പരിഹരിക്കുന്നതിന് വേണ്ടിയിട്ടോ അല്ലെങ്കിൽ ഓർഗനൈസേഷൻ്റെ ഒബ്ജക്റ്റീവ് അച്ചീവ് ചെയ്യുന്നതിന് വേണ്ടിയിട്ടോ ഒരുപാട് ആൾട്ടർനേറ്റീവ്സിൽ നിന്ന് ഒരു ആൾട്ടർനേറ്റീവിനെ സെലക്ട് ചെയ്യുന്ന പ്രോസസ്സിനെയാണ് ഡിസിഷൻ മേക്കിംഗ് എന്ന് പറയുന്നത്. ഓക്കെ, ഒരുപാട് ആൾട്ടർനേറ്റീവ്സിൽ നിന്ന് ഒരു ആൾട്ടർനേറ്റീവ് സെലക്ട് ചെയ്യാം. എന്തിനു വേണ്ടിയിട്ട്? ഓർഗനൈസേഷൻ്റെ ഒബ്ജക്റ്റീവ് അച്ചീവ് ചെയ്യാനും അതുപോലെ ഓർഗനൈസേഷനിലുള്ള പ്രോബ്ലംസ് ഒക്കെ സോൾവ് ചെയ്യാനും. ഇതിനെയാണ് നമ്മൾ ഡിസിഷൻ മേക്കിംഗ് എന്ന് പറയുക. എന്ന് വെച്ചാൽ ഒരുപാട് ആൾട്ടർനേറ്റീവ്സ് ഉണ്ടായാൽ കറക്റ്റായിട്ടുള്ള ആൾട്ടർനേറ്റീവ് സെലക്ട് ചെയ്തുകൊണ്ട് നമ്മൾ ഒരു ഡിസിഷൻ മേക്ക് ചെയ്യുകയാണ്. ഓക്കെ, ഒരു തീരുമാനം എടുക്കുകയാണ്. ഇത്തരത്തിൽ ഒരുപാട് ആൾട്ടർനേറ്റീവ്സിൽ നിന്ന് ഒരു നല്ലൊരു ആൾട്ടർനേറ്റീവിനെ തിരഞ്ഞെടുക്കുന്ന പ്രോസസ്സിനെയാണ് നമ്മൾ ഡിസിഷൻ മേക്കിംഗ് എന്ന് പറയുന്നത്. ഓക്കെ, അപ്പോൾ നമുക്കിനി ഡിസിഷൻ മേക്കിങ്ങിൻ്റെ ഒരു ഡെഫിനിഷൻ നോക്കാം. അക്കോർഡിംഗ് ടു ജെയിംസ് ടോണർ, ഡിസിഷൻ മേക്കിംഗ് ഈസ് എ പ്രോസസ് ഓഫ് ഐഡൻറ്റിഫൈങ് ആൻഡ് സെലക്ടിങ് എ കോഴ്സ് ഓഫ് ആക്ഷൻ ടു സോൾവ് എ പ്രോബ്ലം. ഓക്കെ, അപ്പോൾ ജെയിംസ് ടോണറുടെ ഒരു ഡെഫിനിഷനാണ് ഡിസിഷൻ മേക്കിംഗ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരു കോഴ്സ് ഓഫ് ആക്ഷൻ, ഒരു പ്രോബ്ലം സോൾവ് ചെയ്യുന്നതിനുള്ള ഒരു കോഴ്സ് ഓഫ് ആക്ഷൻ ഐഡൻറ്റിഫൈ ചെയ്യുകയും സെലക്ട് ചെയ്യുകയും ചെയ്യുന്ന പ്രോസസ്സിനെയാണ് ഡിസിഷൻ മേക്കിംഗ് എന്ന് പറയുന്നത്. ഓക്കെ, ഒരു ഓർഗനൈസേഷനിൽ ഒരു പ്രോബ്ലം സോൾവ് ചെയ്യാൻ വേണ്ടിയിട്ട് ഒരു കോഴ്സ് ഓഫ് ആക്ഷൻ അതിനെ ഐഡൻറ്റിഫൈ ആൻഡ് സെലക്ട് ചെയ്യുന്ന പ്രോസസ്സാണ് ഡിസിഷൻ മേക്കിംഗ് എന്നാണ് ജെയിംസ് ടോണർ ഡിഫൈൻ ചെയ്തിരിക്കുന്നത്. ഓക്കെ, അപ്പോൾ ഡിസിഷൻ മേക്കിംഗ് എന്നൊരു ടേം നിങ്ങൾക്ക് മനസ്സിലായിട്ടുണ്ടാവുമെന്ന് വിചാരിക്കുന്നു. ഇനി നമ്മൾ നോക്കാൻ പോകുന്നത് ഡിസിഷൻ മേക്കിംഗ് പ്രോസസ് ഓർ സ്റ്റെപ്സ് ഇൻ ഡിസിഷൻ മേക്കിംഗ്. അതായത് ഒരു ഓർഗനൈസേഷൻ ഡിസിഷൻ മേക്കിംഗ് എടുക്കണമെങ്കിൽ കുറച്ച് സ്റ്റെപ്സിലൂടെ കടന്നു പോകണം. അപ്പോൾ ഏതൊക്കെ സ്റ്റെപ്സിലൂടെ കടന്നു പോയിട്ടാണ് ഒരു ഓർഗനൈസേഷൻ ഡിസിഷൻ മേക്കിംഗ് എടുക്കുന്നത് എന്നൊരു കാര്യമാണ് നമ്മളിനി പഠിക്കുന്നത്. പ്രോസസ് ഓഫ് ഡിസിഷൻ മേക്കിംഗ്. സോ അതിൽ ഫസ്റ്റ് സ്റ്റെപ്പാണ് analyze and define problem or opportunity. Problem must be identified correctly. Problem is the difference between actual state of affairs and ഡിസൈഡ് സ്റ്റേറ്റ് ഓഫ് അഫയേഴ്സ്. അപ്പം നമ്മൾ ഡിസിഷൻ മേക്കിംഗ് ചെയ്യണമെന്നുണ്ടെങ്കിൽ നമ്മുടെ ആദ്യത്തെ സ്റ്റെപ്പ് എന്ന് പറയുന്നത് ഓർഗനൈസേഷനിലെ പ്രോബ്ലം എന്താണോ ആ പ്രോബ്ലം മനസ്സിലാക്കുക എന്നുള്ളതാണ്. എന്നാലല്ലേ നമുക്ക് ആ ഒരു പ്രോബ്ലം സോൾവ് ചെയ്യാനുള്ള കറക്റ്റ് ഡിസിഷൻ എടുക്കാൻ പറ്റുള്ളൂ. ആദ്യം എന്താണ് പ്രശ്നം, എന്താണ് പ്രോബ്ലം എന്ന് മനസ്സിലാക്കണം. എങ്കിൽ മാത്രമേ ആ പ്രോബ്ലം സോൾവ് ചെയ്യാനുള്ള കറക്റ്റ് ആയിട്ടുള്ള എഫക്റ്റീവ് ഡിസിഷൻസ് നമുക്ക് എടുക്കാൻ പറ്റുള്ളൂ. അപ്പോൾ ആദ്യം നമ്മൾ ചെയ്യേണ്ടത് ആ പ്രോബ്ലം കറക്റ്റായിട്ട് ഐഡൻറ്റിഫൈ ചെയ്തിരിക്കണം. പ്രോബ്ലം ഈസ് എ ഡിഫറൻസ് ബിറ്റ്വീൻ ആക്ച്വൽ സ്റ്റേറ്റ് ഓഫ് അഫയേഴ്സ് ആൻഡ് ഡിസൈഡ് സ്റ്റേറ്റ് ഓഫ് അഫയേഴ്സ്. പ്രോബ്ലം എന്നതിനെ നമുക്ക് ഡിഫൈൻ ചെയ്യാവുന്നത്, അല്ലെങ്കിൽ പ്രോബ്ലം എന്ന് പറഞ്ഞാൽ അതിൻ്റെ മീനിങ് നമുക്ക് പറയാൻ പറ്റുന്നത് ഇപ്പോഴുള്ള ഒരു സ്റ്റേറ്റ് ഓഫ് അഫയേഴ്സും നമ്മൾ ആഗ്രഹിച്ച അല്ലെങ്കിൽ നമ്മൾ വിചാരിച്ചിരുന്ന സ്റ്റേറ്റ് ഓഫ് അഫയേഴ്സും തമ്മിലുള്ള ഒരു ഡിഫറൻസിനെയാണ് പ്രോബ്ലം എന്ന് പറയുന്നത്. അതായത് നമ്മൾ ഉദ്ദേശിച്ച എയിം എന്താണോ അതിൽ എത്തിപ്പെടാൻ പറ്റിയിട്ടില്ല. നമ്മൾ വിചാരിച്ച ഒരു സ്റ്റേറ്റ് ഓഫ് അഫയേഴ്സും പക്ഷേ ഇപ്പോൾ ഉള്ള യഥാർത്ഥ സ്റ്റേറ്റ് ഓഫ് അഫയേഴ്സും തമ്മിലുള്ള ഒരു അന്തരം, ഒരു ഡിഫറൻസ്, അതായത് നമ്മൾക്ക് നമ്മുടെ എയിം അച്ചീവ് ചെയ്യാൻ പറ്റിയിട്ടില്ല, ആ അവസ്ഥയാണ് നമ്മൾ പ്രോബ്ലം എന്നുകൊണ്ട് ഇവിടെ ഉദ്ദേശിക്കുന്നത്. അപ്പോൾ എന്താണ് നമ്മുടെ പ്രോബ്ലം, എന്താണ് നമ്മൾ അച്ചീവ് ചെയ്യാൻ ഉദ്ദേശിച്ചത്, എന്തുകൊണ്ട് നമുക്കത് എത്തിപ്പെടാൻ പറ്റിയില്ല തുടങ്ങി നമ്മുടെ പ്രശ്നമോ എന്താണ് പ്രോബ്ലം എന്ന് ആദ്യം നമ്മൾ ഐഡൻറ്റിഫൈ ചെയ്തിരിക്കണം ഡിസിഷൻ മേക്കിംഗ് എടുക്കണമെങ്കിൽ. അതാണ് ഫസ്റ്റ് സ്റ്റെപ്പ്. ഇനി സെക്കൻഡ് സ്റ്റെപ്പ്, ഡിറ്റർമൈൻ ഒബ്ജക്റ്റീവ്സ്. ഇറ്റ് ഈസ് എ സെക്കൻഡ് സ്റ്റെപ്പ് ഇൻ ഡിസിഷൻ മേക്കിംഗ്. അപ്പോൾ ഡിസിഷൻ മേക്കിങ്ങിലെ സെക്കൻഡ് സ്റ്റെപ്പ് എന്ന് പറയുന്നത് ഒബ്ജക്റ്റീവ്സ് ഡിറ്റർമൈൻ ചെയ്യുക എന്നുള്ളതാണ്. ദ മെയിൻ ഒബ്ജക്റ്റീവ് വിൽ ബി പ്രോഫിറ്റ് മാക്സിമൈസേഷൻ. അതായത് എന്താണ് ഒബ്ജക്റ്റീവ്, ഓർഗനൈസേഷൻ്റെ ഒബ്ജക്റ്റീവ് എന്താണ്, ലക്ഷ്യം എന്താണ്, അത് ആദ്യം മനസ്സിലാക്കണം. ഓക്കെ, അപ്പോൾ അതാണ് നമ്മുടെ സെക്കൻഡ് സ്റ്റെപ്പ്. ഓക്കെ, അപ്പോൾ നമ്മൾ ഫസ്റ്റ് സ്റ്റെപ്പിൽ നമ്മൾ എന്ത് ചെയ്തു,
നമ്മുടെ പ്രോബ്ലം എന്താണെന്ന് ഐഡൻറ്റിഫൈ ചെയ്തു. അതിനുശേഷം നമ്മളൊരു ഒബ്ജക്റ്റീവ് ഡിറ്റർമൈൻ ചെയ്യണം. അതാണ് സെക്കൻഡ് സ്റ്റെപ്പ്. അപ്പോൾ പൊതുവെ ഒരു ഓർഗനൈസേഷൻ്റെ എപ്പോഴുള്ള മെയിൻ ഒബ്ജക്റ്റീവ് എന്ന് പറയുന്നത് പ്രോഫിറ്റ് മാക്സിമൈസേഷൻ ആണ്. അതായത് പ്രോഫിറ്റ് കൂട്ടുക എന്നുള്ളതാണ് ഏതൊരു ഓർഗനൈസേഷൻ്റെയും പ്രധാനപ്പെട്ട ഒബ്ജക്റ്റീവ്. പക്ഷേ സംടൈംസ് ഓർഗനൈസേഷൻസ് വിൽ ഹാവ് പ്രോഫിറ്റ് മാക്സിമൈസേഷൻ അലോങ് വിത്ത് കസ്റ്റമർ സാറ്റിസ്ഫാക്ഷൻസ്. ചില സമയത്തൊക്കെ ഓർഗനൈസേഷൻ പ്രോഫിറ്റ് മാക്സിമൈസ് ചെയ്യുന്നതിനോടൊപ്പം തന്നെ കസ്റ്റമർ സാറ്റിസ്ഫാക്ഷൻ കൂടി ചെയ്യാൻ ശ്രമിക്കാറുണ്ട്. ഓക്കെ, പ്രോഫിറ്റ് മാക്സിമൈസേഷൻ അലോങ് വിത്ത് കസ്റ്റമർ സാറ്റിസ്ഫാക്ഷൻ. ഓർഗനൈസേഷൻ്റെ പ്രോഫിറ്റ് മാക്സിമൈസ് ചെയ്യും വേണം, കൂടാതെ എന്തും വേണം, കസ്റ്റമറുടെ സാറ്റിസ്ഫാക്ഷൻ. ഓക്കെ, അതും കൂടി ചില ഓർഗനൈസേഷൻസിൻ്റെ ഒബ്ജക്റ്റീവായിട്ട് വരാറുണ്ട്. അപ്പോൾ അതാണ് സെക്കൻഡ് സ്റ്റെപ്പ്, ഡിറ്റർമൈൻ ദി ഒബ്ജക്റ്റീവ്സ്. അടുത്ത നമ്മുടെ തേർഡ് സ്റ്റെപ്പാണ് ഡെവലപ്പ് ആൾട്ടർനേറ്റീവ്സ്. ഓക്കെ, അപ്പോൾ നമ്മൾ പറഞ്ഞു ഒരുപാട് ആൾട്ടർനേറ്റീവ്സിൽ നിന്ന് ഒരു നല്ലൊരു ആൾട്ടർനേറ്റീവിനെ സെലക്ട് ചെയ്തെടുക്കണം അല്ലേ, എങ്കിൽ മാത്രമേ ഡിസിഷൻ മേക്കിംഗ് ചെയ്യാൻ പറ്റുള്ളൂ എന്ന് പറഞ്ഞു. അപ്പോൾ ആ ആൾട്ടർനേറ്റീവിലെ ഫസ്റ്റ് സ്റ്റെപ്പ് എന്ന് പറയുന്നത് ഡെവലപ്പ് ആൾട്ടർനേറ്റീവ് എന്നുള്ളതാണ്. ഓക്കെ, ആൾട്ടർനേറ്റീവ് സെലക്ഷനിലെ ഫസ്റ്റ് സ്റ്റെപ്പ് എന്ന് പറയുന്നത് ഡെവലപ്പ് ആൾട്ടർനേറ്റീവ്സ് എന്നുള്ളതാണ്. അനദർ ഇമ്പോർട്ടൻറ്റ് സ്റ്റെപ്പ് ഈസ് ടു ഡെവലപ്പ് ആൾട്ടർനേറ്റീവ് കോഴ്സ് ഓഫ് ആക്ഷൻ. ദ ഡിസിഷൻ മേക്കർ ഷുഡ് ചൂസ് ആൾ പോസിബിൾ ആൾട്ടർനേറ്റീവ്സ് ആൻഡ് ചൂസ് ദ ബെസ്റ്റ് വൺ. അതായത് ഈ ഡെവലപ്പ് ആൾട്ടർനേറ്റീവ്സ് എന്നുകൊണ്ട് ഉദ്ദേശിക്കുന്നത് ഒരു പ്രശ്നം സോൾവ് ചെയ്യാൻ തന്നെ നമുക്ക് ഒരുപാട് ആൾട്ടർനേറ്റീവ്സ് ഉണ്ടാവും, ഒന്നിൽ കൂടുതൽ ആൾട്ടർനേറ്റീവ്സ് ഉണ്ടാവും. അപ്പോൾ അതിൽ തന്നെ എല്ലാ ആൾട്ടർനേറ്റീവ്സും ഡിസിഷൻ മേക്കർക്ക് എടുക്കാൻ പറ്റില്ല. പക്ഷേ പോസിബിൾ ആയിട്ടുള്ള, അതായത് എന്താണ് ഓർഗനൈസേഷൻ്റെ പ്രോബ്ലം അത് സോൾവ് ചെയ്യാൻ കഴിവുള്ള പോസിബിൾ ആയിട്ടുള്ള എല്ലാ ആൾട്ടർനേറ്റീവ്സിനെയും എന്ത് ചെയ്യണം, ഒരു ഡിസിഷൻ മേക്കർ കണ്ടെത്തണം. ഓക്കെ, അതാണ് അടുത്തൊരു സ്റ്റെപ്പ്. അത് കഴിഞ്ഞാൽ ഇവാലുവേറ്റ് ആൾട്ടർനേറ്റീവ്സ്. ഈച്ച് ആൾട്ടർനേറ്റീവ് ഹാവ് ദെയർ ഓൺ ലിമിറ്റേഷൻസ് ആൻഡ് ബെനിഫിറ്റ്സ്. അപ്പോൾ നമ്മൾ ഒരു 100 ആൾട്ടർനേറ്റീവ്സ് ഒരു പ്രശ്നം സോൾവ് ചെയ്യാനുണ്ടെങ്കിൽ തന്നെ അതിൽ ഏറ്റവും നല്ല 10 എണ്ണത്തിന് സെലക്ട് ചെയ്തു എന്ന് വിചാരിച്ചോ. ഇനി ഈ 10 എണ്ണത്തിൽ നിന്ന് വീണ്ടും നമ്മൾ സെലക്ട് ചെയ്യണം. അപ്പോൾ നമ്മൾ എന്ത് ചെയ്യണം, ഈ 10 എണ്ണത്തിനെ എന്ത് ചെയ്യണം, നല്ലതുപോലെ ഇവാലുവേറ്റ് ചെയ്യണം അല്ലേ. അപ്പോൾ എല്ലാ ആൾട്ടർനേറ്റീവ്സിനും അതിൻ്റേതായ ബെനിഫിറ്റ്സും ഉണ്ട്, ലിമിറ്റേഷൻസും ഉണ്ട്, നല്ല വശങ്ങളും ഉണ്ട്, മോശം വശങ്ങളും ഉണ്ട്. സോ ദ നെക്സ്റ്റ് സ്റ്റെപ്പ് ഈസ് ടു ഇവാലുവേറ്റ് ദ ആൾട്ടർനേറ്റീവ്സ്. അപ്പോൾ അടുത്തൊരു സ്റ്റെപ്പ് എന്ന് പറഞ്ഞാൽ എന്താണ്, നമ്മൾ എടുത്തിരിക്കുന്ന ആൾട്ടർനേറ്റീവ്സിനെയൊക്കെ നല്ലതുപോലെ ഇവാലുവേറ്റ് ചെയ്യുക എന്നുള്ളതാണ്. അതിൻ്റെ ബെനിഫിറ്റ് സൈഡും ലിമിറ്റേഷൻ സൈഡും ഒക്കെ നല്ലതുപോലെ ഇവാലുവേറ്റ് ചെയ്യുക എന്നുള്ളതാണ് അടുത്ത സ്റ്റെപ്പ്. The pros and cons of each alternative should be analyzed. എല്ലാ ആൾട്ടർനേറ്റീവ്സിൻ്റെയും പ്രോസും കോൺസും, അതായത് നല്ല ഭാഗവും ചീത്ത ഭാഗവും, ഓക്കെ, വിപരീത ഭാഗമായിക്കോട്ടെ നല്ല ഭാഗമായിക്കോട്ടെ, എല്ലാ സൈഡും എന്ത് ചെയ്തിരിക്കണം, കറക്റ്റായിട്ട് ഇവാലുവേറ്റ് ചെയ്തിരിക്കണം. അതാണ് അടുത്തൊരു സ്റ്റെപ്പ്. അത് കഴിഞ്ഞാൽ ചൂസ് ദ ബെസ്റ്റ് ആൾട്ടർനേറ്റീവ്. അത് കഴിഞ്ഞ് നമ്മൾ എന്ത് ചെയ്തു, ആദ്യം നമ്മൾ ആൾട്ടർനേറ്റീവ്സിനെ ഡെവലപ്പ് ചെയ്തു, പിന്നെ അതിനെ ഇവാലുവേറ്റ് ചെയ്തു. ഇനി എന്ത് ചെയ്യണം, ആ ഇവാലുവേറ്റ് ചെയ്ത 10 എണ്ണത്തിൽ നിന്ന് തന്നെ ഏറ്റവും നല്ല കുറച്ചെണ്ണത്തിന് സെലക്ട് ചെയ്യണം. ഓക്കെ, അപ്പോൾ ദ ബെസ്റ്റ് ആൾട്ടർനേറ്റീവ് ഈസ് എ വൺ വിച്ച് സാറ്റിസ്ഫൈ ആൾ ക്രൈറ്റീരിയ. ഓർഗനൈസേഷൻ്റെ എല്ലാ ക്രൈറ്റീരിയകളും സാറ്റിസ്ഫൈ ചെയ്യുന്ന ആൾട്ടർനേറ്റീവ് ഏതാണോ അതാണ് ഓർഗനൈസേഷൻ്റെ ബെസ്റ്റ് ആൾട്ടർനേറ്റീവ്. ഓക്കെ, അതായത് ഓർഗനൈസേഷൻ്റെ എല്ലാ ഭാഗത്തു നിന്ന് നോക്കിയാലും ഓർഗനൈസേഷൻ ഒരു പ്രോബ്ലം ആൾട്ടർനേറ്റീവ് സെലക്ട് ചെയ്താൽ വരാൻ പാടില്ല. അപ്പോൾ അങ്ങനെ എല്ലാ ക്രൈറ്റീരിയയും ഫുൾഫിൽ ചെയ്യുന്ന ഒരു ആൾട്ടർനേറ്റീവിന് സെലക്ട് ചെയ്യുക എന്നുള്ളതാണ് അടുത്ത സ്റ്റെപ്പ്. വെറൈറ്റി ഓഫ് ടൂൾസ് ആർ യൂസ്ഡ് ടു റീച്ച് ഒപ്റ്റിമൽ ഡിസിഷൻ. ഓക്കെ, നമുക്കൊരു ഒപ്റ്റിമൽ ഡിസിഷൻ എടുക്കണം എന്നുണ്ടെങ്കിൽ മാനേജീരിയൽ എക്കണോമിക്സിൽ ഒരുപാട് ടൂൾസ് ഉണ്ട്. ഓക്കെ, ഒരു ഒപ്റ്റിമൽ ഡിസിഷൻ എടുക്കണം എന്നുണ്ടെങ്കിൽ, അതായത് ഒപ്റ്റിമൽ ഡിസിഷൻ എടുക്കുക എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എല്ലാം മാക്സിമം യൂട്ടിലൈസ് ചെയ്തുകൊണ്ടുള്ള ഒരു ഡിസിഷൻ. ഓക്കെ, അതായത് നമ്മൾക്ക് ഒരു പ്രശ്നമില്ലാതെ എല്ലാ മാക്സിമം നെഗറ്റീവ് സൈഡ്സ് ഒക്കെ മറികടന്നുകൊണ്ടുള്ള മാക്സിമം പോസിറ്റീവ് റിസൾട്ട് നൽകുന്ന ഒരു ഡിസിഷൻ നമ്മൾ എടുക്കണം. അപ്പോൾ അതിന് ഒരുപാട് ടൂൾസ് മാനേജീരിയൽ എക്കണോമിക്സിലുണ്ട്. അത് ഏതൊക്കെയാണെന്ന് ചോദിച്ചാൽ ഇമ്പോർട്ടൻറ്റ് ടൂൾസ് ആർ മാർജിനൽ അനാലിസിസ്, ലീനിയർ പ്രോഗ്രാമിംഗ് ആൻഡ് ഗെയിം തിയറി. അപ്പോൾ ഇത്തരത്തിൽ ഒപ്റ്റിമൽ ഡിസിഷൻ എടുക്കാൻ സഹായിക്കുന്ന കുറച്ച് ടൂൾസാണ് മാർജിനൽ അനാലിസിസ്, ലീനിയർ പ്രോഗ്രാമിംഗ് ആൻഡ് ഗെയിം തിയറി. ഓക്കെ, അപ്പോൾ അത് കഴിഞ്ഞാൽ പിന്നെ 6th സ്റ്റെപ്പ് ഇംപ്ലിമെൻറ്റ് ദ ചൂസൺ ആൾട്ടർനേറ്റീവ്. നമ്മൾ ആൾട്ടർനേറ്റീവ്സിനെ ഡെവലപ്പ് ചെയ്തു, ഇവാലുവേറ്റ് ചെയ്തു, സെലക്ട് ചെയ്തു. ഇനി എന്ത് ചെയ്യണം, അതിനെ നടപ്പാക്കണം അല്ലേ. സെലക്ട് ചെയ്ത് വെച്ചാൽ പോരാ, അതിനെ നടപ്പാക്കണം. അപ്പോൾ അതാണ് അടുത്ത സ്റ്റെപ്പ്, ഇംപ്ലിമെൻറ്റ് ദ ചൂസൺ ആൾട്ടർനേറ്റീവ്. നമ്മൾ ചൂസ് ചെയ്ത് വെച്ചിരിക്കുന്ന ആൾട്ടർനേറ്റീവിനെ ഇംപ്ലിമെൻറ്റ് ചെയ്യുക, അതായത് നടപ്പാക്കുക എന്നുള്ളതാണ് അടുത്ത സ്റ്റെപ്പ്. ദ ചോസൺ ആൾട്ടർനേറ്റീവ് ഈസ് ടു ബി ഇംപ്ലിമെൻറ്റഡ് ബൈ മാനേജേഴ്സ്. മാനേജർ എന്ത് ചെയ്യണം, ഈ സെലക്ട് ചെയ്ത് വെച്ചിരിക്കുന്ന, ചൂസ് ചെയ്ത് വെച്ചിരിക്കുന്ന ആൾട്ടർനേറ്റീവിനെ ഇംപ്ലിമെൻറ്റ് ചെയ്യണം, നടപ്പാക്കണം.
ദീസ് റിക്വയർസ് ഓർഗനൈസേഷണൽ സപ്പോർട്ട് ആൻഡ് കോപ്പറേഷൻ അറ്റ് ആൾ ലെവൽസ്. അപ്പോൾ ഇങ്ങനെ ഈ ആൾട്ടർനേറ്റീവ് ഇംപ്ലിമെൻറ്റ് ചെയ്യണമെന്നുണ്ടെങ്കിൽ എന്തൊക്കെ വേണം? ഓർഗനൈസേഷണൽ സപ്പോർട്ട് ഉണ്ടായിരിക്കണം, ഓർഗനൈസേഷൻ്റെ ഭാഗത്തുനിന്ന് എല്ലാ സപ്പോർട്ടും ഉണ്ടായിരിക്കണം, അതുപോലെ എല്ലാ ലെവൽസിലുള്ളവരുടെയും കോപ്പറേഷൻ ഉണ്ടായിരിക്കണം. അപ്പോൾ ഇത്തരത്തിൽ സപ്പോർട്ട് ആൻഡ് കോപ്പറേഷൻ ഉണ്ടെങ്കിൽ, ഓർഗനൈസേഷൻ മൊത്തത്തിൽ എല്ലാ ലെവൽസിലും സപ്പോർട്ട് ആൻഡ് കോപ്പറേഷൻ ഉണ്ടെങ്കിൽ മാത്രമേ ആ ആൾട്ടർനേറ്റീവ്സിന് മാനേജേഴ്സിന് ഇംപ്ലിമെൻറ്റ് ചെയ്യാൻ, നടപ്പാക്കാൻ കഴിയുകയുള്ളൂ. ഇനിയുള്ള നമ്മുടെ ലാസ്റ്റ് സ്റ്റെപ്പ്, ഡിസിഷൻ മേക്കിംഗ് പ്രോസസ്സിലെ ലാസ്റ്റ് സ്റ്റെപ്പാണ് ഇവാലുവേറ്റ് ദ റിസൾട്ട്. ഓക്കെ, മാനേജേഴ്സ് റെഗുലർലി മോണിറ്റേഴ്സ് ദ റിസൾട്ട്സ് ഓഫ് ഡിസിഷൻസ് ടു സീ വെദർ ദ ചോസൺ ആൾട്ടർനേറ്റീവ് വർക്ക്സ് ഓർ വെദർ എനി ന്യൂ പ്രോബ്ലം. ഓക്കെ, അപ്പോൾ ഈ ആൾട്ടർനേറ്റീവ് ഒക്കെ ഡെവലപ്പ് ചെയ്ത് ഇവാലുവേറ്റ് ചെയ്ത് സെലക്ട് ചെയ്ത് ഇംപ്ലിമെൻറ്റ് ചെയ്ത് വെച്ചാൽ മാത്രം പോരാ. ഇനി അതങ്ങോട്ട് നടന്നോട്ടെ, പോകും പോലെ പൊക്കോട്ടെ എന്ന് വിചാരിച്ചാൽ പോരാ. ഈ തിരഞ്ഞെടുത്ത് നടപ്പിലാക്കിക്കൊണ്ടിരിക്കുന്ന ആൾട്ടർനേറ്റീവ് കറക്റ്റായിട്ടാണോ പോകുന്നത്, അതിന് വേറെ പുതിയ പ്രശ്നങ്ങളൊന്നും വന്നിട്ടില്ലല്ലോ, കറക്റ്റായിട്ട് തന്നെ ഈ ആൾട്ടർനേറ്റീവിനെ യൂസ് ചെയ്യാൻ ഓർഗനൈസേഷന് പറ്റുന്നില്ലേ എന്ന് ഓർഗനൈസേഷനിൽ എന്ത് ചെയ്യണം? ഇവാലുവേറ്റ് ചെയ്തുകൊണ്ടിരിക്കണം. ഈ ഓർഗനൈസേഷനിൽ ഈ ആൾട്ടർനേറ്റീവിൻ്റെ പ്രവർത്തനം അതെപ്പോഴും ഇവാലുവേറ്റ് ചെയ്തുകൊണ്ടേയിരിക്കണം. അല്ലാതെ ഈ ആൾട്ടർനേറ്റീവ് സെലക്ട് ചെയ്തിട്ട് ഇത് നടന്നു പൊക്കോട്ടെ എന്ന് വിചാരിച്ചാൽ മാത്രം പോരാ. എന്ത് ചെയ്യണം? അത് കറക്റ്റായിട്ടല്ലേ പോകുന്നത്, പുതിയ പ്രശ്നങ്ങളൊന്നും ഇല്ലല്ലോ എന്ന് ഇവാലുവേറ്റ് ചെയ്തുകൊണ്ടേയിരിക്കണം. ഓക്കെ, അപ്പോൾ അതാണ് നമ്മുടെ ഡിസിഷൻ മേക്കിംഗ് പ്രോസസ്സിലെ ലാസ്റ്റ് സ്റ്റെപ്പ്. അപ്പോൾ ഇത്രയും കാര്യങ്ങളാണ് ഡിസിഷൻ മേക്കിംഗ് എന്ന് പറയുന്ന ഒരു ഭാഗത്ത് നമുക്ക് പറയാനുള്ളത്. ഇത്രയും കാര്യങ്ങൾ നിങ്ങൾ മനസ്സിലാക്കുക. ഡിസിഷൻ മേക്കിംഗ് എന്ന് പറഞ്ഞാൽ ഒരുപാട് ആൾട്ടർനേറ്റീവ്സിൽ നിന്ന് ഏറ്റവും നല്ലൊരു ആൾട്ടർനേറ്റീവ് സെലക്ട് ചെയ്യുന്ന പ്രോസസ്സാണെന്ന് നിങ്ങൾ മനസ്സിലാക്കുക. പിന്നെ നിങ്ങൾ ഓർക്കേണ്ടത് അതിൽ 7 സ്റ്റെപ്സാണ്. അതിൽ ഫസ്റ്റ് സ്റ്റെപ്പ് നമ്മൾ എന്താണ് പറഞ്ഞത്? എന്താണ് നമ്മുടെ പ്രോബ്ലം, അത് മനസ്സിലാക്കുന്നു. സെക്കൻഡ് സ്റ്റെപ്പിൽ നമ്മുടെ ഒബ്ജക്റ്റീവ് എന്താണ്, അത് സെറ്റ് ചെയ്യുന്നു. പിന്നെയാണ് നമ്മൾ ആൾട്ടർനേറ്റീവ്സിലേക്ക് കിടക്കുന്നത്. ആദ്യം നമ്മൾ ആൾട്ടർനേറ്റീവ് ഡെവലപ്പ് ചെയ്തു, പിന്നെ ഡെവലപ്പ് ചെയ്ത ആൾട്ടർനേറ്റീവിനെ ഇവാലുവേറ്റ് ചെയ്ത ശേഷം സെലക്ട് ചെയ്ത ശേഷം ഇംപ്ലിമെൻറ്റ് ചെയ്തു. ലാസ്റ്റ് എന്ത് ചെയ്യുന്നു? ഈ ആൾട്ടർനേറ്റീവ്സിൻ്റെ പ്രവർത്തനം എങ്ങനെ പോകുന്നു എന്ന് ഇവാലുവേറ്റ് ചെയ്തു. ഇത്രയാണ് നമ്മുടെ ഡിസിഷൻ മേക്കിങ്ങും അതിൻ്റെ പ്രോസസ്സും. ഓക്കെ, അതുപോലെ നമുക്ക് ഇനി നോക്കാനുള്ളൊരു ഭാഗമാണ് ഫീച്ചേഴ്സ്. ഫീച്ചേഴ്സ് ഓഫ് ഡിസിഷൻ മേക്കിംഗ്. ഈ ഡിസിഷൻ മേക്കിങ്ങിൻ്റെ ഫീച്ചേഴ്സ് എന്തൊക്കെയാണെന്നാണ്. സോ ഫസ്റ്റ് ഫീച്ചർ, ഇറ്റ് ഇംപ്ലൈസ് എ ചോയ്സ് ചൂസിങ് ഫ്രം എമംഗ് 2 or more alternatives. ഓക്കെ, അപ്പോൾ ഡിസിഷൻ മേക്കിംഗ് എന്ന് പറഞ്ഞാൽ എന്താണ്? ഒരു ചോയ്സിനെയാണ് ഇംപ്ലൈ ചെയ്യുന്നത് അല്ലേ. അതായത് നമ്മൾ 2 or 3 അല്ലെങ്കിൽ അതിലധികമോ ആൾട്ടർനേറ്റീവ്സിൽ നിന്ന് ഒരു നല്ല ആൾട്ടർനേറ്റീവിനെ, ഒരു ബെസ്റ്റ് ആൾട്ടർനേറ്റീവിനെ ചൂസ് ചെയ്യുന്ന ഒരു പ്രോസസ്സാണ്. അതുകൊണ്ട് തന്നെ നമുക്ക് എന്ത് പറയാം? ഇറ്റ് ഇംപ്ലൈസ് എ ചോയ്സ് എന്ന് നമുക്ക് പറയാം. അതുപോലെ ഇറ്റ് ഈസ് എ സെലക്ഷൻ പ്രോസസ്സ് അല്ലേ. നമുക്കറിയാം ഡിസിഷൻ മേക്കിംഗ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്താണ്? ഒരു സെലക്ഷൻ പ്രോസസ്സാണ്. ഒരുപാട് ആൾട്ടർനേറ്റീവ്സിൽ നിന്ന് ബെസ്റ്റ് ആൾട്ടർനേറ്റീവ് സെലക്ട് ചെയ്യുന്ന ഒരു പ്രോസസ്സാണ്. അതുകൊണ്ട് നമുക്ക് എന്ത് പറയാം? ഡിസിഷൻ മേക്കിംഗ് ഈസ് ആൻ സെലക്ഷൻ പ്രോസസ്സ്. അതുപോലെ ഇറ്റ് ഈസ് എ കണ്ടിന്യൂസ് പ്രോസസ്സ്. ഡിസിഷൻ മേക്കിംഗ് എന്ന് പറയുന്നത് ഒരു കണ്ടിന്യൂസ് പ്രോസസ്സാണ്. ഒരു ഓർഗനൈസേഷൻ എത്ര കാലം നിലനിൽക്കുന്നു അത്രയും കാലം അവിടെ ഡിസിഷൻ മേക്കിംഗ് ഉണ്ടാവും. ഒരു ഓർഗനൈസേഷനും ഒരു ഡിസിഷനും എടുക്കാതെ ഒരു ഓർഗനൈസേഷനും നിലനിൽക്കാൻ കഴിയില്ല അല്ലേ. അപ്പോൾ എപ്പോഴും ഒരു ഓർഗനൈസേഷനിലെ ഡിസിഷൻ മേക്കിംഗ് എന്നുള്ളത് ഒരു കണ്ടിന്യൂസ് പ്രോസസ്സാണ്, തുടർന്നുകൊണ്ടിരിക്കുന്ന ഒരു പ്രക്രിയയാണ്. അതുപോലെ ഇറ്റ് ഈസ് എ കൈൻഡ് ഓഫ് ഇൻ്റലക്ച്വൽ ആക്ടിവിറ്റി. ഡിസിഷൻ മേക്കിംഗ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരു ഇൻ്റലക്ച്വൽ ആക്ടിവിറ്റിയാണ്. അതായത് നമ്മൾ ഇൻ്റലിജൻസ് ഉപയോഗിച്ച് നമ്മൾ തീരുമാനിക്കണം അല്ലേ, ഏത് ആൾട്ടർനേറ്റീവ് സെലക്ട് ചെയ്യണം, ആൾട്ടർനേറ്റീവ് ഇവാലുവേറ്റ് ചെയ്യണം. അപ്പോൾ ഏത് ആൾട്ടർനേറ്റീവാണ് സെലക്ട് ചെയ്യേണ്ടത്, അതിനെങ്ങനെ ഇംപ്ലിമെൻറ്റ് ചെയ്യണം എന്നൊക്കെ നമ്മൾ ആലോചിക്കുമ്പോൾ അതൊരു ഇൻ്റലക്ച്വൽ ആക്ടിവിറ്റിയാണ്. നമുക്ക് കുറച്ച് ഇൻ്റലിജൻസ് കൂടി വേണം അതിന്. അതുകൊണ്ട് നമുക്ക് പറയാം എന്താ, ഇറ്റ് ഈസ് ആൻ ഇൻ്റലക്ച്വൽ ആക്ടിവിറ്റി. അതുപോലെ എവറി ഡിസിഷൻ അഫക്ട്സ് ദ പാസ്റ്റ്, പ്രസൻറ്റ് ആൻഡ് ഫ്യൂച്ചർ. ഓക്കെ, എല്ലാ ഡിസിഷൻസും നമ്മുടെ ഓർഗനൈസേഷൻ്റെ പാസ്റ്റിനെയും പ്രസൻറ്റിനെയും ഫ്യൂച്ചറിനെയൊക്കെ എഫക്റ്റ് ചെയ്യുന്നുണ്ട്. ഓക്കെ, നമ്മളൊരു ഡിസിഷൻ എടുക്കുക, ഓർഗനൈസേഷനിലെ പാസ്റ്റിലുണ്ടായ കാര്യങ്ങളൊക്കെ അടിസ്ഥാനത്തിലാക്കിയിട്ടാവും, അല്ലെങ്കിൽ പ്രസൻറ്റിലുണ്ടാകുന്ന കാര്യങ്ങളൊക്കെ അടിസ്ഥാനപ്പെടുത്തിയിട്ടാവും. അതുപോലെ ഫ്യൂച്ചറിലേക്കും ആ ഒരു ഡിസിഷൻ എടുക്കുന്നതുകൊണ്ട് പല കാര്യങ്ങളും എഫക്റ്റ് ചെയ്തു വരും. അതുകൊണ്ട് ഒരു ഓർഗനൈസേഷനിൽ ഒരു ഡിസിഷൻ എടുക്കുമ്പം അത് ഓർഗനൈസേഷൻ്റെ പാസ്റ്റിനെയും പ്രസൻറ്റിനെയും ഫ്യൂച്ചറിനെയും എഫക്റ്റ് ചെയ്യുന്നു എന്നാണ് പറയുന്നത്. അതുപോലെ മറ്റൊരു പോയിൻ്റാണ് ഡിസിഷൻസ് ഹാവ് വൈഡ് റേഞ്ചിങ് ലോങ് ടേം ആൻഡ് ലാസ്റ്റിംഗ് എഫക്റ്റ്. ഡിസിഷൻസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അത് വൈഡ് റേഞ്ച് ഉള്ളതാണ്, ലോങ് ടേം ആണ്, അതുപോലെ ലാസ്റ്റിംഗ് എഫക്റ്റ്. ഓർഗനൈസേഷൻ എത്ര കാലം ഉണ്ടാവുന്നു അത്രയും കാലം അവിടെ ഡിസിഷൻസ് എടുത്തുകൊണ്ടിരിക്കില്ലേ. അപ്പോൾ അവിടെ ഇതൊരു ലാസ്റ്റിംഗ് എഫക്റ്റ് ആണ്, അതിന് വൈഡ് റേഞ്ച് ഉണ്ട്. അതുപോലെ ഒരു ലോങ് ടേം ആണ് ഡിസിഷൻ മേക്കിംഗ് എന്ന് പറയുന്നത്. അതുപോലെ ഡിസിഷൻസ് ആർ ദ ടൂൾസ് ഓഫ് മാനേജ്മെൻറ്റിൻ്റെ ടൂൾസാണ് ഡിസിഷൻ എന്ന് നമുക്ക് പറയാം. അതായത് ഒരു മാനേജ്മെൻറ്റിന് ഡിസിഷൻ എടുക്കാതെ നിലനിൽക്കാൻ കഴിയില്ല. ഡിസിഷൻസ് എടുക്കുന്നതിലാണ് മാനേജ്മെൻറ്റിൻ്റെ പ്രധാനപ്പെട്ട റോൾ എന്ന് പറയുന്നത്. അതുകൊണ്ട് മാനേജ്മെൻറ്റിൻ്റെ ടൂൾസാണ് ഡിസിഷൻസ് എന്ന് നമുക്ക്
പറയാം. അപ്പോൾ ഇത്രയാണ് ഡിസിഷൻ മേക്കിങ്ങിൻ്റെ ഫീച്ചേഴ്സ് പറയാനുള്ളത്. ഓക്കെ, അപ്പോൾ ഇത്രയും കാര്യങ്ങളാണ് നമ്മൾ ഇന്നത്തെ വീഡിയോയിൽ പറയുന്നത്. ഡിസിഷൻ മേക്കിങ്ങിൻ്റെ മീനിങ്, അതിൻ്റെ പ്രോസസ്സ്, അതുപോലെ അതിൻ്റെ ഫീച്ചേഴ്സ്, ഇത്രയും കാര്യങ്ങളാണ് പറഞ്ഞത്. അപ്പോൾ വീഡിയോ എല്ലാവർക്കും ഇഷ്ടപ്പെട്ടിട്ടുണ്ടാവുമെന്ന് വിചാരിക്കുന്നു. വീഡിയോ ഉപകാരപ്പെടുകയാണെന്നുണ്ടെങ്കിൽ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാം. കൂടാതെ ബെല്ലൈക്കൺ കൂടി പ്രസ് ചെയ്യാൻ മറക്കരുത്. എങ്കിൽ മാത്രമേ ഞാൻ ഇടുന്ന വീഡിയോസിൻ്റെ നോട്ടിഫിക്കേഷൻസ് നിങ്ങൾക്ക് കിട്ടുള്ളൂ. പുതിയൊരു വീഡിയോ ആയിട്ട് വീണ്ടും കാണാം. താങ്ക്